സാധാരണ നമ്മൾ കാണുന്ന ഒരു പള്ളിയുടെ ഡിസൈൻ അല്ലേ ഇതേ ആ പള്ളിക്ക് നമുക്ക് സാധാരണ മുസ്ലിം പള്ളിയൊക്കെ ഒരു ഡോമൊക്കെ വെച്ചിട്ടുള്ള കൂടുതലും ആ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ്. എനിക്ക് ഈ പള്ളി കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. നമ്മുടെ ഈ പള്ളി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കല്ലാട്ടുമുക്ക് ജംഗ്ഷനിലാണ്. തിരുവനന്തപുരം കല്ലാട്ടുമുക്ക് ജംഗ്ഷനിലായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ ഈ ഒരു പ്രോപ്പർ ജംഗ്ഷനിൽ ഇത്രയധികം ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ലൊക്കേഷനിൽ നമുക്ക് ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് 33 മീറ്റർ കറക്റ്റായിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം. എങ്ങനെയാ വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് റോഡ് കണക്കാണ്. ആ കൂടെ 3 വീടുകളിലേക്കുള്ള മാത്രമുള്ള വഴിയാണ്. ടോട്ടലായിട്ട് 4 വീടുണ്ടായിരുന്നു. അതിലൊരു വീട് നമ്മൾ ഫുള്ളായിട്ട് പൊളിച്ച് കളഞ്ഞ് അവിടെ ഇപ്പം പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ആ 21 സെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ വാങ്ങാം. ഇനി അതല്ല പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. ആ പ്ലോട്ടുകളിൽ നിങ്ങൾക്ക് വീട് വെച്ച് നൽകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ലക്ഷറി രീതിയിലുള്ള വീട് വേണമെങ്കിലും അവർ വെച്ച് തരുന്നുണ്ടാവും. പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസിലേക്ക് പോകാം. പ്രൈം ലൊക്കേഷനാണ്. നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മണക്കാട് സൈഡ് അവിടെ നിന്ന് ചാല അങ്ങോട്ട് സിറ്റിക്കകത്തേക്ക് ഈസി ആക്സസ് ആണ്. അതുപോലെ ഇവിടെ നിന്ന് ബൈപ്പാസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഏകദേശം 700-800 മീറ്ററിലൂടെ നമുക്ക് ഇതിനകത്തൂടെയുള്ള വഴികളിലൂടെ പെട്ടെന്ന് ബൈപ്പാസ് എത്താൻ സാധിക്കും. നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരുവല്ലത്തിൻ്റെ അവിടേക്കും ഈസിലി ചെന്നെത്താവുന്ന രീതിയിലുള്ള വിഴിഞ്ഞത്തേക്കും അങ്ങനെ ഏത് ഭാഗത്തേക്കും ഈസി ആക്സസ് വരുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്. ശരിക്കും തിരുവനന്തപുരത്തെ കവടിയാറ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്ട്രെച്ചാണ് ഈ മണക്കാട് കല്ലാട്ടുമുക്കി ഈ ഒരു സ്ട്രെച്ച് കേട്ടോ. കാരണം ആ രീതിയിലാണ് ഇവിടുത്തെ പ്രൈസ് റേഞ്ച്. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് നേരിട്ട് വിളിച്ച് ഡീലാക്കാം. നമ്മുടെ ആ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ അൽ ഹസൻ ഇസ്ലാമിക് അക്കാഡമി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാം. റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ. ഇതിനകത്ത് ഏകദേശം 46 വർഷം പഴക്കമുള്ള വലിയൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ പഴക്കം മാനിച്ച് നമ്മൾ അതിനെ ക്ലിയർ ചെയ്ത് ഇതുപോലെ നീറ്റാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇതിനകത്ത് വലിയൊരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റിനും നല്ലതുപോലെ കോമ്പൗണ്ടൊക്കെ ഇട്ട് ആക്കിയെടുക്കാൻ പറ്റിയ കിടിലം പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. 3.8 സെൻസ് മുതൽ 5 സെൻറ്റിലേക്ക് മേളിലേക്ക് വരുന്ന രീതിയിലുള്ള പ്ലോട്ടുകൾ വരെ ആക്കാൻ സാധിക്കും. ഈ ഒരു പ്ലോട്ട് വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ കാഴ്ച നിൽക്കുന്ന ഒരു ആപ്പിൾ ജാമ്പയുണ്ട് കേട്ടോ. ശരിക്കും പ്രൈം എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞാൽ പോരാ, അത്രയും നല്ല കിടിലൻ ലൊക്കേഷൻ. നമുക്കിതിനകത്ത് ലക്ഷറി വില്ല വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് തരും. കാരണം ഇതിൻ്റെ ഡെവലപ്പേഴ്സ് നമ്മുടെ NCA ആണ്, അതായത് ന്യൂ ചാല ഏജൻസീസ്. അവർക്ക് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഇതിൽ തന്നെ ഏകദേശം 50 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. കാരണം പുള്ളി എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ അദ്ദേഹം ചെയ്തു തരുന്നുണ്ടാവും. നമ്മുടെ BNAയിലൊക്കെ മെമ്പറാണ്. അപ്പോൾ അതിൽ പലരുടെയിൽ നിന്നും കിട്ടിയ ഒരു ടെസ്റ്റിമോണിയലിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. കാരണം ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നീറ്റായിട്ട് അവർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വീട് ചെയ്യണമെന്നുണ്ടെങ്കിലും നേരിട്ട് അവരെ തന്നെ ഏൽപ്പിക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വാങ്ങിയെടുക്കാം. പെർ സെൻറ്റ് റേറ്റ് വരുന്നത് 30 ലക്ഷം രൂപയാണ് പെർ സെൻറ്റ് റേറ്റ് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് എയർപോർട്ട് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ തമ്പാനൂരിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് വരുന്ന രീതിയിലുള്ള ലൊക്കേഷൻ. തിരുവനന്തപുരത്ത് ഏറ്റവും അധികം കച്ചവടക്കാരുള്ള ഒരു സ്ട്രെച്ചാണ് ഈ കല്ലാട്ടുമുക്ക് ഏരിയ. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും.